Theorem. Let V be a vector space over a field F, R or C, then for any scalar alpha element of F and vector U element of V, 0F into U equal to 0. Okay? And alpha into 0 V എന്ന് ഉദ്ദേശിക്കുന്നത് ഫീൽഡിനകത്തുള്ള അതായത് സ്കാലേഴ്സ് ഉള്ള എല്ലാ സീറോസും ഏത് വെക്ടറുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്താലും 0 കിട്ടും. ഓക്കെ, ആൽഫ ഇൻറ്റു 0V എന്താ ഉദ്ദേശിക്കണേ? വെക്ടറിനകത്ത് 0 എന്ന് പറഞ്ഞ എലമെൻ്റ് ഉണ്ട്, ആ എലമെൻറ്റ് ഏത് സ്കാലാർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലും എന്ത് കിട്ടും? ഓട്ടോമാറ്റിക്കലി 0 ആയിരിക്കും. ഇഫ് ആൽഫ ഇൻറ്റു യു ഈക്വൽ ടു 0, ദെൻ എയ്തർ ആൽഫ ഈക്വൽ ടു 0VF ഓർ ആൽഫ യു ഈക്വൽ ടു 0V. മൈനസ് ആൽഫ ഇൻറ്റു യു ഈക്വൽ ടു ആൽഫ ഇൻറ്റു മൈനസ് യു ഈക്വൽ ടു മൈനസ് ആൽഫ യു. അപ്പോൾ നമുക്ക് ഓരോന്നോരോന്നായി കാണിക്കാം, ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളൊന്നുമല്ല അത് പ്രൂവ് ചെയ്യാൻ. ബൈ ദ വെക്ടർ സ്പേസ് ആക്സിയം V3 ആൻഡ് V6 വി ഹാവ് എന്താ 0F ഇൻറ്റു യുവിനെ എങ്ങനെ എഴുതാം? 0F 0 രണ്ട് തവണ ആഡ് ചെയ്താലും 0 തന്നെ കിട്ടുക. ദറ്റ് മീൻസ് അപ്പോൾ 0F പ്ലസ് 0F ഇൻറ്റു യു എന്ന് എഴുതുന്നു. ദറ്റ് മീൻസ് എന്ത് ഉപയോഗിക്കാനാണ്? ഡിസ്ട്രിബ്യൂട്ടീവ് ലോ ഉപയോഗിക്കാൻ വേണ്ടി ചെയ്യണത്. അപ്പോൾ 0F ഇൻറ്റു യു പ്ലസ് 0F ഇൻറ്റു യു ആയി. അതിൽ മൈനസ് 0F ഇൻറ്റു യു കൊണ്ട് ക്യാൻസൽ ചെയ്യുന്നു ബോത്ത് സൈഡും, അല്ലേ? ഈ സൈഡിലെടുത്തു, അത് കഴിഞ്ഞ് ഇതിനെടുത്ത് ക്യാൻസൽ ചെയ്യാൻ വേണ്ടി ഇങ്ങനെ എടുത്തു. ഇറ്റ് മീൻസ് ഈ രൂപത്തിലോട്ടായി മാറി. ഈ രണ്ടാൾക്കാർ എന്തായി പോകും? ഓട്ടോമാറ്റിക്കലി 0 ആയി പോകും. ബൈ അസോസിയേറ്റീവ് പ്രകാരം ഇതും ഇങ്ങനെ എഴുതാൻ പറ്റും. ദറ്റ് മീൻസ് 0FU ഈക്വൽ ടു എന്ത് കിട്ടും? ഓട്ടോമാറ്റിക്കലി 0 എന്ന് കിട്ടും, അല്ലേ? സെയിം പ്രൊസീജിയർ പ്രകാരം ദെൻ ദ വെക്ടർ ആക്സിയം V4 ആൻഡ് V3 വി ഗെറ്റ് 0V ഈക്വൽ ടു എന്താ 0F ഇൻറ്റു യു പ്ലസ് 0B, അല്ലേ? That means 0V equal to 0F into U. Okay. Zero F into U equal to 0V ആണ് കാണിച്ചത്. ഓക്കെ, അടുത്തത് കാണിക്കാൻ പോണേ ആൽഫ ഇൻറ്റു 0V. ഓക്കെ, ആൽഫ ഇൻറ്റു 0V എന്ത് ചെയ്യുന്നു? ആൽഫ ഇൻറ്റു 0V പ്ലസ് 0V എന്ന് എഴുതുന്നു. അതിലും വീണ്ടും നമ്മുടെ ഡിസ്ട്രിബ്യൂട്ടീവ് ഉപയോഗിക്കുന്നു. ആൽഫ ഇൻറ്റു 0V പ്ലസ് ആൽഫ ഇൻറ്റു 0V, അതും മൈനസ് ആൽഫ 0V കൊണ്ട് ക്യാൻസൽ ചെയ്ത് കളഞ്ഞ് സെയിം പ്രൊസീജിയർ പ്രകാരം 0V ഈക്വൽ ടു ആൽഫ 0V എന്ന് കിട്ടും. ഓക്കെ, അടുത്ത ആരാ? ആൽഫ ഇൻറ്റു യു ഈക്വൽ ടു 0V ആൻഡ് ആൽഫ നോട്ട് ഈക്വൽ ടു 0F. ദെൻ സിൻസ് ആൽഫ ഇസ് നോൺ സീറോ എലമെൻറ്റ് ആയതുകൊണ്ട് എന്താ യൂസ് ചെയ്യാൻ പോകണം? നമ്മൾ ഫീൽഡിൻ്റെ പ്രോപ്പർട്ടി യൂസ് ചെയ്യുക. ആൽഫ നോൺ സീറോ ആണെങ്കിൽ 1/α എന്ന് പറഞ്ഞാൽ നോൺ സീറോ എലമെൻറ്റ് ഉണ്ടാവും. അതായത് 1 ആൽഫ ഇൻവേഴ്സ് എക്സിസ്റ്റീം ഫീൽഡിനകത്ത് ആ ഇൻവേഴ്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, അസോസിയേറ്റീവ് ലോ ഉപയോഗിക്കുക. ഓക്കെ, അതാണ് ഈ ചെയ്തിട്ടുള്ളത്. U equal to 1F into U equal to alpha inverse into alpha U equal to alpha inverse into alpha U, alpha inverse into 0V equal to 0V. നേരത്തെ എല്ലാ റെഫറൻസ് പ്രകാരം ദാറ്റ് മീൻസ് എന്ത് കിട്ടും? ഇഫ് ആൽഫ ഈക്വൽ ടു അങ്ങനെ 0V കിട്ടി. ഇനി ആൽഫ ഈക്വൽ ടു 0F ആണെങ്കിൽ ബൈ പ്രോപ്പർട്ടി 1 പ്രകാരം 0 വരും. ഓക്കെ, അതുകൊണ്ടാണ് പറഞ്ഞത് പ്രൊഡക്റ്റ് എടുത്തിട്ട് സ്കാലാർ ഇൻറ്റു സം വെക്ടർ 0 ആണെങ്കിൽ ഒന്നെങ്കിൽ ആ വെക്ടർ 0 ആയിരിക്കണം, അല്ലെങ്കിൽ ആ പർട്ടിക്കുലർ സ്കാലാർ 0 ആയിരിക്കണം. അടുത്ത കാണിക്കാൻ പോണേ ബൈ ദ സ്പേസ് ആക്സിയം V6 ആൻഡ് പ്രോപ്പർട്ടി 1 വി ഗെറ്റ് മൈനസ് ആൽഫ ഇൻറ്റു യു പ്ലസ് ആൽഫ യു എടുക്കുന്നു. അപ്പോൾ എന്താ? ബൈ ഡിസ്ട്രിബ്യൂട്ടീവ് പ്രകാരം മൈനസ് ആൽഫ പ്ലസ് ആൽഫ ഇൻറ്റു യു ആണ്. പക്ഷേ മൈനസ് ആൽഫ പ്ലസ് ആൽഫ എന്താ? 0 ആയി മാറും, അല്ലേ? ദറ്റ് മീൻസ് 0 ഇൻറ്റു യു ആയി മാറും. ദറ്റ് മീൻസ് 0 കിട്ടും. ഓക്കെ, ദറ്റ് മീൻസ് അപ്പോൾ മൈനസ് ആൽഫ യു എന്ന് പറഞ്ഞാൽ എന്താ? മൈനസ് ഓഫ് ആൽഫ യു എന്ന് പറഞ്ഞാൽ അർത്ഥം ആൽഫ യുവിനോട് ഏത് എലമെൻറ്റ് ആഡ് ചെയ്താലാണ് 0 വരിക എന്നാണ് അർത്ഥം, അല്ലേ? ഏത് എലമെൻറ്റ് ആഡ് ചെയ്യുമ്പോഴാണ്? മൈനസ് ആൽഫ ഇൻറ്റു യു ആഡ് ചെയ്യുമ്പോഴാണ് 0 വരുന്നത്. ദറ്റ് മീൻസ് മൈനസ് ഓഫ് ആൽഫ യു ഈക്വൽ ടു മൈനസ് ആൽഫ ഇൻറ്റു യു ആയിട്ട് ഡിഫൈൻ ചെയ്യാം. ഓക്കെ, ഇനി പറയാൻ പോകണം എന്താ? സബ് സ്പേസ് ഓഫ് എ വെക്ടർ സ്പേസ്. നമ്മൾ സബ് ഗ്രൂപ്പ് എന്താണെന്ന് പറയാറില്ലേ? അതായത് ഗ്രൂപ്പിൻ്റെ ഒരു സബ്സെറ്റ്, പക്ഷേ ആ സബ്സെറ്റിന് ഗ്രൂപ്പിൻ്റെ എല്ലാ കണ്ടീഷൻസും സാറ്റിസ്ഫൈ ചെയ്യണം. അതേപോലെ സബ് സ്പേസ് ഓഫ് എ വെക്ടർ സ്പേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിഫൈൻ ചെയ്യാൻ പോണത് ഇതാണ്. എ നോൺ എംപ്റ്റി സബ്സെറ്റ് എസ് ഓഫ് എ വെക്ടർ സ്പേസ് വി ഈസ് കോൾഡ് thus a non-empty subset S of a vector space V is called a subspace of V if S itself is a vector space with the rule of addition and scalar multiplication induced from V. അതായത് വിനകത്തുള്ള സെയിം അഡീഷൻ ഓപ്പറേഷനോ സ്കാലാർ മൾട്ടിപ്ലിക്കേഷനോ പ്രകാരവും നമ്മുടെ സബ്സെറ്റ് ഒരു വെക്ടർ സ്പേസിൻ്റെ കണ്ടീഷൻസ് എല്ലാം സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് വിളിക്കും? അതിനെ സബ് സ്പേസ് ഓഫ് വി എന്ന് വിളിക്കും. ഓക്കെ, എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ ഇപ്പോൾ റിയൽ ലൈൻ R2ൻ്റെ സബ്സ്പേസ് ആണ്. സിമിലർലി ഇതിനെ R3യുടെ സബ്സ്പേസ് ആയിട്ടും ഇതിനെ R4ൻ്റെ സബ്സ്പേസ് ആയിട്ടും ഒക്കെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാം. ഓക്കെ,
definition. Let V be a vector space over a field F. By a subspace of V, we shall mean a non-empty subset S of V that is closed under the operations of V in the sense that ഏതൊക്കെ വേണ്ടേ, രണ്ട് വെക്ടേഴ്സ് എടുത്തിട്ട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് തന്നെ വേണം അല്ലേ. ആൽഫ പ്ലസ് വി ഈക്വൽ ടു എസ് ഫോർ എവറി ആൽഫ യു കോമ വി എലമെൻറ്റ് ഓഫ് എസ് ആൻഡ് യു എലമെൻറ്റ് ഓഫ് എസ് ഇംപ്ലൈസ് ആൽഫ യു എലമെൻറ്റ് ഓഫ് എസ് ആൻഡ് യു ദറ്റ് ഈസ് സ്കെലാർ മൾട്ടിപ്ലൈ ചെയ്താലും എസിനകത്ത് തന്നെ വരണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇത് മാത്രം നോക്കണം എന്നുള്ളത് ശ്രദ്ധിക്കുക. ഓക്കെ, ഇത് വെച്ചിട്ട് തന്നെ ബാക്കിയുള്ള എല്ലാ കണ്ടീഷൻസും ഹോൾഡ് ചെയ്യുന്നുണ്ടെന്നുള്ളത് നമുക്ക് കാണിക്കാൻ പറ്റും. വെക്ടർ സ്പേസ് നമ്മൾ ചെയ്യുമ്പോൾ 8 കണ്ടീഷൻസാണ് കാണാറ്. അതിലെ താഴത്തുള്ള 4 കണ്ടീഷൻസ് ഇത് V1 V2 V3 V4 ഒക്കെ നമുക്കറിയാവുന്നത്. V5 V6 V7 V8ൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് എന്താണെന്ന് നോക്കുക. ആദ്യത്തെ കണ്ടീഷൻസ് പറയുന്നുണ്ടായിരുന്നത് ബി എന്ന് പറയുന്നത് അണ്ടർ അഡീഷൻ ഗ്രൂപ്പ് സ്ട്രക്ചർ വരണം എന്നുള്ളതാണ് പറയണത് അല്ലേ. അത് ഈ ക്ലോഷർ പ്രോപ്പർട്ടിയും ബാക്കി കാര്യപ്രകാരം നമുക്ക് അത് വരും ഓട്ടോമാറ്റിക്കലി. പിന്നെയുള്ള ആൽഫ യുവിൻ്റെ ക്ലോസ്നെസ് വന്നാൽ സ്കാലാർ മൾട്ടിപ്പിൾ ചെയ്ത് ക്ലോസ്ഡായി വന്നു കഴിഞ്ഞാലുള്ള പ്രത്യേകത എന്ന് പറയുന്നത് ബാക്കിയുള്ള ഡിസ്ട്രിബ്യൂട്ടീവിലോ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഹോൾസ് ഫോർ എവറി ആൽഫ ആൻഡ് എവറി യു ആണ് ശരിക്കും. അതായത് വെക്ടർ സ്പേസിലെ എല്ലാ എലമെൻസിനും എല്ലാ സ്കാലേഴ്സിനും ഈ കണ്ടീഷൻസ് ഹോൾഡ് ചെയ്യും. അപ്പോൾ അതിൻ്റെ സബ്സെറ്റിലെ എലമെൻസിന് എന്ത് ചെയ്ത് ഓട്ടോമാറ്റിക്കലി ഹോൾഡ് ചെയ്യും. ആകെ ഒരു വയലേഷൻ ഉണ്ടാവാൻ സാധ്യത ആൽഫ ഇൻറ്റു യു മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും എസ്സിനകത്ത് തന്നെ വരണം നിർബന്ധമില്ല. പക്ഷെ അതുകൊണ്ട് നമ്മളപ്പോൾ ആ കണ്ടീഷൻ വേണമെന്നുള്ളത് പറയുന്നു മാത്രം. So the condition 1 says that sum of elements of S belongs to also to S and the scalar multiples of elements of S also belong to S. Okay. അപ്പോൾ നമ്മുടെ പ്രത്യേകത എന്ന് വെച്ചാൽ രണ്ടാമത്തെ കണ്ടീഷൻ ഉണ്ടല്ലോ ആൽഫ ഇൻറ്റു യു എലമെൻറ്റ് ഓഫ് എസ്, അതിനകത്ത് ആൽഫയുടെ വാല്യൂ മാറ്റിയാൽ മൈനസ് കൊടുത്തു കഴിഞ്ഞാൽ എക്സ് ഉണ്ടെങ്കിൽ യു ഉണ്ടെങ്കിൽ മൈനസ് യു ഉണ്ടെന്ന് പറയാൻ പറ്റും. 0 കൊടുത്താൽ 0 എന്ന് പറഞ്ഞ എലമെൻറ്റ് അവിടെ ഉണ്ടെന്ന് ഉറപ്പ് വരുത്താൻ പറ്റും അല്ലേ. ദാറ്റ് മീൻസ് കണ്ടീഷൻ 1 and 2 ആർ ഇക്വാലൻ്റ് ടു എ സിംഗിൾ കണ്ടീഷൻ. നമ്മൾ മാറ്റുകയാണ് അതിനെ, വേറെ കണ്ടീഷനാക്കി പറയുന്നത് കുഴപ്പമില്ല. യു പ്ലസ് വി ബിലോങ്സ് ടു എസ് എന്നുള്ളത് നോക്കാം, ആൽഫ ഇൻറ്റു യു ബിലോങ് ടു എക്സ് എന്നുള്ളത് നോക്കുന്നതിന് പകരം രണ്ടും ഒരുമിച്ച് ഫോർ എവറി ആൽഫ കോമ എവറി യു കോമ വി ആൽഫ യു പ്ലസ് ബി വി എലമെൻറ്റ് ഓഫ് എസ് ഫോർ യു കോമ വി എലമെൻറ്റ് ഓഫ് എസ് ആൻഡ് ഫോർ എവറി സ്കാലേഴ്സ് ആൽഫ ആൻഡ് ബീറ്റ. ഈ രീതിയിൽ നമ്മൾ ചെക്ക് ചെയ്യാറുണ്ട്. ഓക്കെ, വെക്ടർ സ്പേസ് ചെക്ക് ചെയ്യാനുള്ള വേറൊരു വഴി പറയണത് എവരി ഇങ്ങനെ നോക്കിയാൽ മതി, രണ്ട് കണ്ടീഷൻസിനെ ഒരുമിച്ചാക്കി മാറ്റിക്കാണ്. അതായത് സ്കെലാർ മൾട്ടിപ്പിൾ അവിടെ തന്നെ കടന്നു വരും, ഓട്ടോമാറ്റിക്കലി അഡീഷനും അവിടെ നിന്ന് കടന്നു വരും. ഓക്കെ, കാരണം ആൽഫ ഇൻറ്റു യു ഓട്ടോമാറ്റിക്കലി അവിടെ ഉണ്ടാവണം, എസ്സിലുണ്ടാവണം ക്ലോസ്നെസ് പ്രകാരം. ബി ഇൻറ്റു വി എവിടെ ഉണ്ടാവണം, എസ്സിലുണ്ടാവണം. അപ്പോൾ പിന്നെ ആൽഫ യു പ്ലസ് ബി വി എന്ന് പറഞ്ഞാൽ ആഡ് ചെയ്യണത് രണ്ട് എസ്സിലെ എലമെൻറ്റ്സ് തമ്മിൽ തന്നെയാണ് ആഡ് ചെയ്യണത്. ഓക്കെ, സോ നമ്മൾ ഒരു വെക്ടർ സ്പേസ് ഒരാൾ സബ് സ്പേസ് ആണോ ചെക്ക് ചെയ്യാൻ ഇതാണ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നതിന് തൊട്ട്. എ നോൺ എം ടി സബ്സെറ്റ് എസ് ഓഫ് എ വെക്ടർ സ്പേസ് V is a subspace of V if and only if alpha u plus bv element of S for all u comma v element of S and for every scalar alpha and beta. Okay, then the vector space V is subspace of itself. ഏത് വെക്ടർ സ്പേസ് എടുത്താലും നമ്മൾ പഠിക്കാറില്ലേ, ഒരു ഗ്രൂപ്പ് എടുത്തു കഴിഞ്ഞാൽ G is a subgroup of G itself എന്ന് പറയണ പോലെ തന്നെ V is a vector space is a subspace of itself. Similarly also singleton 0 is a subspace of V. ഇത് രണ്ടാണ് ട്രിവിയൽ ആയിട്ടുള്ള സബ്സ്പേസുകൾ. ഓക്കെ, ഇനി നമ്മൾ ഡിഫൈൻ ചെയ്യാണ്. പ്രോബ്ലം 1 ഡിഫൈൻ ചെയ്യണു. ലെറ്റ് സെറ്റ് ഓഫ് ഓൾ x1 x2 x3 x3 x4 x4 x5 എലമെൻറ്റ് ഓഫ് R5. സോ R5ൻ്റെ സെറ്റ് എടുത്തിട്ടുണ്ട്. ഇത് എന്ത് പ്രത്യേകത എടുത്തിട്ടില്ലേ, A1 x1 plus A2 x2 plus A3 x3 plus A4 x4 plus A5 x5 equal to 0 for some fixed A1 A2 A3 A4 A5 show that S is subspace of R5. സോ നമ്മൾ സബ്സ്പേസ് ആണെന്ന് ടെസ്റ്റ് ചെയ്യാൻ എങ്ങനെ നോക്കണ്ടേ, നമ്മൾ പറഞ്ഞു കണ്ടീഷൻ ഇങ്ങനെ നോക്കിയാൽ മതി. ഫോർ എവറി ആൽഫ ആൻഡ് വി ഫോർ എവറി ആൽഫ കോമ ബീറ്റ എലമെൻറ്റ് ഓഫ് സ്കാലർ ആൻഡ് എവറി യു കോമ വി എലമെൻറ്റ് ഓഫ് എസ് ചെക്ക് ദാറ്റ് ആൽഫ യു പ്ലസ് ബീറ്റ വി ബിലോങ്സ് ടു എസ് എന്ന് ചെക്ക് ചെയ്താൽ മതി. ഓക്കെ, സോ എക്സ് പ്ലസ് വൈ എടുത്ത് നേരിട്ട് ഓട്ടോമാറ്റിക്കലി x1 പ്ലസ് y1 x2 പ്ലസ് y2 x3 പ്ലസ് y3 കോർഡിനേറ്റ് വൈസ് ആഡ് ചെയ്യണു. ആൽഫ ഇൻറ്റു എക്സ് മൾട്ടിപ്ലൈ മതി ചെയ്യുക, കോർഡിനേറ്റ് വൈസ് എല്ലാം മൾട്ടിപ്ലൈ ചെയ്യണു അല്ലേ. ഇത് 0 വരുന്ന രീതിയിലാണ് എടുക്കേണ്ടത്. സോ രണ്ട് എലമെൻറ്റ്സ് അങ്ങനെ 0 വരുന്ന രീതിയിലുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി മൂന്നാം y1 y2 y3 എക്സ്ട്രാ y5 എടുത്താലും ഈ കണ്ടീഷൻ ഹോൾഡ് ചെയ്യും, സംവിധാനം തന്നെ കിട്ടും, ഓട്ടോമാറ്റിക്കലി 0 വരും അല്ലേ. A1 x1 A2 x2 x3 x3 A4 എക്സ്ട്രാ ഇത് രണ്ടും കൂടി ഉണ്ടെങ്കിൽ രണ്ട് സമ്മ എടുത്തുണ്ടാവുക A1 ഈ രീതിയിലാണ് വരിക. ഇതേ ഈക്വൾ 0 ആണെങ്കിൽ മറ്റേത് എന്തായാലും ഓട്ടോമാറ്റിക്കലി 0 ആവും. ദാറ്റ് മീൻസ് എക്സ് പ്ലസ് വൈ എവിടെ ഉണ്ടാവും, എസ്സിൽ ഉണ്ടാവും. അതുപോലെ തന്നെ സ്കാലാർ മൾട്ടിപ്ലൈ ചെയ്താലും ഇതിന് വ്യത്യാസമൊന്നും വരില്ല. സോ ഓട്ടോമാറ്റിക്കലി എന്താണ് ഫോം ചെയ്യും, സബ്സ്പേസ് ആയിട്ട് മാറും. ഓക്കെ,
അടുത്ത പ്രോബ്ലം 2 എന്താ പറയുന്നത്? സി ഓഫ് ക്ലോസ് ഇൻ്റർവൽ എ കോമ ബി ആരാ? സെറ്റ് ഓഫ് ഓൾ കണ്ടിന്യൂസ് ഫംഗ്ഷൻസ് ഡിഫൈൻഡ് ഓൺ ക്ലോസ് ഇൻ്റർവൽ എ ബി ബി സ്പേസ് ഓഫ് ഓൾ കണ്ടിന്യൂസ് ഫംഗ്ഷൻസ് ഡിഫൈൻഡ് ക്ലോസ് ഇൻ്റർവൽ എ ബി ദെൻ ബി ഈക്വൽ ടു എഫ് എലമെൻറ്റ് ഓഫ് സി ഓഫ് ക്ലോസ് ഇൻ്റർവൽ എ ബി ദാറ്റ് എഫ് ഓഫ് എ പ്ലസ് ബി ബൈ 2 ഈക്വൽ 0 എന്ന് വെച്ചാൽ ഫംഗ്ഷൻസ് എങ്ങനത്തെ ഫംഗ്ഷൻസാ? മിഡ് പോയിൻറ്റ് 0 ആയി വരുന്ന രീതിയിലുള്ള ഫംഗ്ഷൻസ് ആണ് ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. എഫ് ഓഫ് എ പ്ലസ് ബി ബൈ 2 0 ആണെങ്കിൽ എഫ് പ്ലസ് ജി എടുത്തിട്ടുണ്ടെങ്കിൽ ജി ഓഫ് എ പ്ലസ് ബി ബൈ 2 0 ആണ്. രണ്ടും കൂടി സമ്മടുത്ത് എന്താ ഉണ്ടാവുക? പോയിന്റ് വൈസ് ആണ് നമ്മൾ ചെയ്യുക. സെപ്പറേറ്റ് പോയിന്റുകളിൽ നോക്കും. അപ്പോൾ 0 ആയതുകൊണ്ട് സമ്മടുത്താൽ എന്താവും? 0 ആവും. സ്കെലാർ മൾട്ടിപ്പിൾ എടുത്താലും 0 ആവും. ഓക്കെ, 0 എലമെൻറ്റ് ഓഫ് വി ആണെന്നുള്ളത് 0 ഫംഗ്ഷൻ ഉണ്ട്. സമ്മടുത്താലും 0 ആവും. സബ്സ്പേസ് ആണെന്നുള്ളതിന് പ്രശ്നമൊന്നുമില്ല. ഓക്കെ, അടുത്തത് പ്രോബ്ലം 3 എന്താ? Rn of x be space of all polynomials in degree less than or equal to n. We show that the default polynomials in Rn of x with പ്രത്യേകത p of 1 equal to 0 and p of 3 equal to 0. അതായത് രണ്ട് പോയിന്റുകളിൽ 0 ആയി വരുന്ന രീതിയിലുള്ള ഫംഗ്ഷൻ നോക്കുക. രണ്ട് പോളിനോമിയൽസ് p1 എന്ന് പറഞ്ഞ പോളിനോമിയൽ ഉണ്ട്, p2 എന്ന് പറഞ്ഞ പോളിനോമിയൽ ഉണ്ട്. p1 of 1 0 ആണ്, p2 of 1 0 ആണ്. അപ്പോൾ p1 plus p2 എന്നുണ്ടാവുക p1 plus p2 of 1 എന്ന് പറഞ്ഞാൽ p1 of 1 plus p2 of 1 ആണ്. സോ അത് 0 ആയിരിക്കും. സിമിലർലി 3 0 ആയിരിക്കും അല്ലേ? മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴും ഈ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. ദറ്റ് മീൻസ് പി ഓഫ് എക്സും ക്യൂ ഓഫ് എക്സും എടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി രണ്ടിന് സമ്മും പ്രൊഡക്റ്റും സ്കലാർ പ്രൊഡക്റ്റും എവിടെ തന്നെ ഉണ്ടാവും? നമ്മുടെ സെറ്റ് എസ് തന്നെ ഉണ്ടാവും. ദറ്റ് മീൻസ് എസ് എന്ത് ഫോം ചെയ്യും? ഒരു സബ്സ്പേസ് ആയിരിക്കും. ഓക്കെ, അടുത്ത പ്രോബ്ലം 4 അതിലെന്താ പറയണേ? രണ്ട് സബ്സ്പേസ് എടുക്കുകയാണ്, യുവും ഡബ്ല്യുവും. അതിൻ്റെ ഇൻ്റർസെക്ഷനെ കുറിച്ച് എന്താ പറയാൻ പറ്റുമെന്നാണ് ചോദിക്കണേ. യു ഒരു സബ്സ്പേസ് ആണ്, ഡബ്ല്യു ഒരു സബ്സ്പേസ് ആണ്. അതിൻ്റെ ഇൻ്റർസെക്ഷൻ എന്താ ഉണ്ടാവുക? ഗ്രൂപ്പിൽ ഇപ്പോൾ എടുത്തപ്പോൾ ഉണ്ടായത് എന്താണെന്ന് നോക്കുക. H1 സബ് ഗ്രൂപ്പാണ്, H2 സബ് ഗ്രൂപ്പ് ആണെങ്കിൽ H1 ഇൻ്റർസെക്ഷൻ H2 സബ് ഗ്രൂപ്പ് ആവുകയാണ് ചെയ്തത്. സോ യുവും വി ഇവിടെ യുവും ഡബ്ല്യുവും സബ്സ്പേസ് ആണെങ്കിൽ യു ഇൻ്റർസെക്ഷൻ ഡബ്ല്യു സബ്സ്പേസ് ആവാനുള്ള സാധ്യത കൂടുതലാണ്. ചെക്ക് ചെയ്യണമെന്ന് മാത്രം. അപ്പോൾ എക്സ് യു എന്ന് എടുത്തു, വൈയും യു എന്ന് എടുത്തു, സെയിം എക്സ് ഡബ്ല്യു എന്ന് എടുത്തു, സെയിം വൈ ഡബ്ല്യു എന്ന് എടുത്തു. കാരണം ഇൻ്റർസെക്ഷൻ എടുക്കണേ, ശ്രദ്ധിക്കുക. ഓക്കെ, സോ എക്സ് കോമ വൈ എവിടെ നിന്ന് എടുത്തിട്ടുണ്ട്? യു ഇൻ്റർസെക്ഷൻ ഡബ്ല്യു നിന്ന് എടുത്തിട്ടുണ്ട്. സം ചെയ്താൽ തന്നെ ഓട്ടോമാറ്റിക്കലി യു സബ്സ്പേസ് ആയതുകൊണ്ട് സം യുവിലുണ്ടാവണം, ഡബ്ല്യു സബ്സ്പേസ് ആയതുകൊണ്ട് സം യു സബ് ഡബ്ല്യുവിലുണ്ടാവണം. ഇപ്പോൾ രണ്ടിലും കോമൺ ആയിട്ട് ഉണ്ടാവണം അല്ലേ? അതുപോലെ തന്നെ സിമിലർലി സ്കാലാർ ആകുമ്പോഴും അതുപോലെ തന്നെ സംഭവിക്കും. ഓക്കെ, യു കോമ വി എലമെൻറ്റ് ഓഫ് യു ആൻഡ് യു കോമ വി എലമെൻറ്റ് ഓഫ് ഡബ്ല്യു, യു പ്ലസ് യു എലമെൻറ്റ് ബി ബിലോങ്സ് ടു യു ആൻഡ് യു പ്ലസ് ബി ബിലോങ്സ് ടു ഡബ്ല്യു സിൻസ് യു ആൻഡ് ഡബ്ല്യു ആർ സബ്സ്പേസ് ഓഫ് വി. സിമിലർലി ഇഫ് യു എലമെൻറ്റ് ഓഫ് യു ഇൻ്റർസെക്ഷൻ ഡബ്ല്യു, യു ബിലോങ്സ് ടു യു ആൻഡ് യു ബിലോങ്സ് ടു ഡബ്ല്യു. ആൽഫ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ആൽഫ യു അവിടെ തന്നെ ഉണ്ടാവും, യു തന്നെ ഉണ്ടാവും, കാരണം യു ഒരു സബ്സ്പേസ് ആണ്. ആൽഫ ഇൻറ്റു വിയും യു ഡബ്ല്യുവിലും ഉണ്ടാവണം, കാരണം ഡബ്ല്യു ഒരു സബ്സ്പേസ് ആണ്. സോ ആൽഫ യു ബിലോങ്സ് ടു എവിടെയാണ്? യു ഇൻ്റർസെക്ഷൻ ഡബ്ല്യു. സോ യു ഇൻ്റർസെക്ഷൻ ഡബ്ല്യു ഇസ് എ സബ്സ്പേസ് ഓഫ് വി. അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കുക, രണ്ട് സബ്സ്പേസുകളുടെ ഇൻ്റർസെക്ഷൻ വീണ്ടും എന്ത് ഫോം ചെയ്യുന്നുണ്ട്? ഒരു സബ്സ്പേസ് ആവുന്നുണ്ട്. ഓക്കെ, പക്ഷേ യൂണിയൻ സബ്സ്പേസ് ആവണമെന്ന് നിർബന്ധമില്ല. ഇഫ് യു ആൻഡ് ഡബ്ല്യു ആർ ടു സബ്സ്പേസ് ഓഫ് വെക്ടർ സ്പേസ് ദെൻ ദ യൂണിയൻ നീഡ് നോട്ട് ബി. നമ്മൾ ഗ്രൂപ്പിലും കണ്ടു അല്ലേ? G1 ഒരു ഗ്രൂപ്പാണ്, G2 എച്ച് സബ് ഗ്രൂപ്പാണ്, H1 സബ് ഗ്രൂപ്പാണ്, H2 സബ് ഗ്രൂപ്പ് ആണെങ്കിൽ H1 യൂണിയൻ H2 സബ് ഗ്രൂപ്പ് ആവണം നിർബന്ധമില്ല എന്ന് കണ്ടു. സിമിലർലി എക്സാമ്പിൾ നമ്മൾ പറഞ്ഞിട്ടുള്ള യു ഈക്വൽ ടു എക്സ് കോമ വൈ 0,0 എലമെൻറ്റ് ഓഫ് എക്സ് എലമെൻറ്റ് ഓഫ് ആർ, ഡബ്ല്യു ഈക്വൽ ടു 0,y,0 ഓർ വൈ എലമെൻറ്റ് ഓഫ് ആർ. ഇതെന്താണെന്നുള്ള ചിത്രം വഴി ശ്രദ്ധിക്കുക. എന്താ സത്യത്തിൽ ചിത്രപ്രകാരം നോക്കിക്കഴിഞ്ഞാൽ ഒരു 3 ഡയമെൻഷൻ സ്പേസിനകത്തുള്ള ഒരു എക്സ് ആക്സിസ് അത് അതിൻ്റെ സബ്സ്പേസ് ആയിരിക്കും, വൈ ആക്സിസ് അതിൻ്റെ സബ്സ്പേസ് ആയിരിക്കും. ഓക്കെ, അടുത്തെടുക്കണ എടുക്കണത് ഇതിൻ്റെ സമ്മ എടുക്കണത്. ദാറ്റ് മീൻസ് എക്സ് കോമ വൈ ഇതിൻ്റെ കോർഡിനേറ്റ് ആയിട്ടാണ് കിടക്കാൻ പോകുന്നത്. എക്സ് കോമ 0 0 0,y,0 ബട്ട് എക്സ് കോമ വൈ ഡസ് നോട്ട് ബിലോങ്സ് ടു യു യൂണിയൻ ഡബ്ല്യു. യൂണിയൻ വ്യത്യാസമുണ്ട്, അഡീഷണൽ അല്ല എടുക്കുന്നത്, യൂണിയനാണ് എടുക്കുന്നത്. യൂണിയനകത്ത് അത് വരില്ല. ദറ്റ് മീൻസ് യു യൂണിയൻ ഡബ്ല്യു ഈസ് നോട്ട് എ സബ്സ്പേസ് ഓഫ് R3. ഓക്കെ, അടുത്ത തിയറാണ് പറയാൻ പോകുന്നത്. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ പറയാം.